നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൈസിംഗ് ഹൗസിലുള്ള ബോൺഫയർ കാണാനായിട്ട് വന്ന ജനക്കൂട്ടം തിരിച്ചു പോകുന്നതാണ്. അതിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൊക്കാലിറ്റിയിൽ വന്ന ഒരു സംഭവമാണ്. അത് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ജോക്കുട്ടനുണ്ട്, ഫിൻസിയും മമ്മിയുണ്ട്, മനീഷയും ദീക്ഷിത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടിറങ്ങിയതാ. അപ്പം കണ്ടത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. enjoying it. അതെന്നത് പഴക്കം It is too bright. Even I can't see it directly. No need. He's all. Hi. Hi, Jacob. Hi, Jacob. No problem. This is nice. അങ്ങനെ വെടിക്കെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കണതാണ്. റോഡ് മൊത്തം ജനമാണ്. കാര്യം ചെറിയ പരിപാടിയായിരുന്നെങ്കിലും ഒത്തിരി പേര് കാണാണ്ടായിരുന്നു. ഇവിടെ ഓക്സ്ഫോർഡിൽ വേറെ സൗത്ത് പാർക്കിൽ അത്യാവശ്യം ഇതിനെല്ലാം വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കടയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഇതുമാതിരി ആളുകൾ നടക്കണുണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി ഉള്ളതായിരുന്നു തന്നെ നോക്കണേ. എന്തായാലും 3 പൗണ്ടായിരുന്നു പെർ ഹെഡ്. വർത്താണെന്ന് വെച്ചാൽ വർത്താണ്. ചുമ്മാ ഒരു നേരം നോക്കിനെ കുറേ ആളുകളെയും കാണാം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്തൊരു ചെറിയൊരു വെടിക്കെട്ടും പരിപാടികളൊക്കെ തെറ്റില്ലായിരുന്നു, നല്ലതായിരുന്നു. മമ്മിയും ചെയ്തു, കൊച്ചും ചെയ്തു. കൊച്ചു ആദ്യമായിട്ട് നമ്മുടെ ജോക്കുട്ടിന് ആദ്യമായിട്ട് വെടിക്കെട്ട് കാണുന്നതാണ്. അവൻ എൻജോയ് ചെയ്തെന്നാണ് നമ്മുടെ വിശ്വാസം. മമ്മി വെടിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ പോലെ അത്രയല്ലേ ഉണ്ട്? അത്രയും ഉണ്ടായില്ലേ പ്രാവശ്യം? അത്ര ഉണ്ടായി പ്രാവശ്യം? ഇല്ല. ആ, നല്ല ആള്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ വെടിക്കെട്ട് കാണണേ? തണുക്കണ്ട? കഴിഞ്ഞ ദിവസം നമ്മുടെ അയൽവക്കത്ത് വെടിക്കെട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കാരണവരുടെ മോനും കൊച്ചുമക്കളും ഒക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചുള്ളൂ, നമ്മുടെ ജോക്കുട്ടിനൊന്നും വിളിച്ച് കാണിക്കാൻ പറ്റിയില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് വന്നത് ഓർമ്മയിൽ പെട്ട കാരണം അവനങ്ങനെ ആദ്യമായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റി. അങ്ങനെ മമ്മിയും ആദ്യമായിട്ട് UK വെടിക്കെട്ട് കണ്ടു. എനിക്കിതിൻ്റെ ചരിത്രമൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ മനീഷയുണ്ട്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. നമ്മുടെ അയൽവക്കം ഇപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട്സുമാണ്. അപ്പോൾ മനീഷ ഇതിൻ്റെ ഹിസ്റ്ററി ചെറുതായിട്ട് പറയാം. Manisha, say. So Guy Fawkes was a guy who was helping the military. There was some kind of plot twist. There was some kind of plot called as gunpowder plot. It was basically to assassinate one of the priests or something like that. So he was the main guy who helped make the mission not completed. So the mission was failed, and because of that, people celebrate the Guy Fawkes festival as Bonfire Night. That's all. Just a vague. അപ്പോൾ ഇന്നത്തെ ട്രിപ്പൊക്കെ തീർന്ന് ഞങ്ങൾ
ദീക്ഷിത്തിൻ്റെ വീടിന് മുമ്പിലെത്തി. ചെറുക്കൻ ഉറങ്ങി, അത് നല്ല ഉറക്കമായി. ഇനിയിപ്പോൾ നാളെ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്നുള്ളൊരു പ്ലാനുണ്ട്. എവിടേക്കാണ് പോകണമെന്നൊന്നും തീരുമാനമായിട്ടില്ല. ചെക്കന് ഇവിടെ നല്ല ഉറക്കമായി, മുഖമൊക്കെ താഴ്ത്തി വെച്ചുറങ്ങണം. അപ്പോൾ വേറെ ഒന്നും ഇന്നും സംസാരിക്കാനില്ല. ഇന്നത്തെ യാത്ര അവസാനിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെ ഗുഡ് ബൈ.